ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോപ്പ് ലോസ്. ഇറ്റ്സ് മീ അൻസാർ. സാധാരണ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്, മണ്ണിലാണ് എല്ലാ സാധനങ്ങളും കുഴിച്ചിടാറ്. പക്ഷേ നമുക്കിപ്പോൾ ഇൻഡോറായിട്ടോ അല്ലെങ്കിൽ സ്പേസ് മണ്ണൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്കിനി പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഹൈഡ്രോപോണിക്സ് ടവർ എന്ന് പറഞ്ഞത്. മണ്ണിൽ ഈ ചെടികളൊക്കെ വലിച്ചെടുക്കുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പിന്നെ മൈക്രോ ന്യൂട്രിയൻസായ മാഗ്നീഷ്യം, അയൺ, ഇതൊക്കെയാണ് മണ്ണിൽ. അങ്ങനെ കുറേ അനവധി ന്യൂട്രിയൻസ് ഉണ്ട്, മൂലകങ്ങളുണ്ട്. അതൊക്കെയാണ് മണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ചെടിക്ക് കിട്ടുന്നത്. ഇതേ മൂലകങ്ങൾ നമുക്ക് ഹൈഡ്രോപോണിക്സ് എന്നുള്ള ഒരു സെറ്റപ്പിൽ വെള്ളത്തിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ഹൈഡ്രോപോണിക്സ് അതായത് വെള്ളത്തിൽ ഈ ഒരു ഘടകങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രോപോണിക്സ് ടവർ എന്നിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കതിൽ ചെടികൾ ഒക്കെ വളർത്താൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ: ഒന്ന്, 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്, നമ്മുടെ പെയിൻറ്റ് ബക്കറ്റ്. പെയിൻറ്റൊക്കെ കളഞ്ഞ് ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ചെറിയ 1.25 ഇഞ്ച് പൈപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സപ്പോർട്ടിന്, ഇത് ബക്കറ്റിൽ വെക്കാനുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു അരിപ്പ വാങ്ങിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വെള്ളം മുകളിലോട്ടേക്ക് പോയിട്ട് ഇവിടെ ഇങ്ങനെ സ്പ്രെഡായിട്ട് വീഴാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ നമ്മൾ ചെടിക്ക്, സസ്യങ്ങൾക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ആ ഘടകങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കും. ആ വെള്ളം മേലോട്ട് പോയിട്ട് ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് താഴോട്ടേക്ക് വരും. അപ്പോൾ ചെടികളൊക്കെ സൈഡിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതിന് വേണ്ട ഘടകങ്ങളൊക്കെ അതിന് കിട്ടിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പമ്പ് വാങ്ങിയിട്ടുണ്ട്, ഒരു സബ്മേഴ്സിബിൾ പമ്പ്. ഇത് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പ്. അപ്പോൾ ഞാൻ പ്ലഗിൽ കുത്തിയിട്ടുണ്ട്. ഓണായിക്കോ. അപ്പോൾ നമ്മൾ ഓണാക്കുമ്പോൾ ഇതേപോലെ വെള്ളം എന്ത് ചെയ്യും, മുകളിലോട്ടേക്ക് പമ്പ് ചെയ്യും. ഓഫ് ചെയ്തു. അപ്പോൾ ഈ കണ്ട പോലെ നമ്മൾ ഇതിലിറക്കി വെക്കും, ഈ ബക്കറ്റിൽ വെക്കും. ഇതിൽ നമ്മൾ ന്യൂട്രിയൻസൊക്കെ ആഡ് ചെയ്തിട്ട് ഓണാക്കുമ്പോൾ ഇതിൽ കൂടെ വെള്ളം നമുക്ക് എന്ത് ചെയ്യണം, ഈ ടവറിന് മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ ഡ്രോപ്പായിട്ട് താഴോട്ടേക്ക് വരണം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്, ചെറിയ. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കും. ഇത് കണക്ട് ചെയ്ത് കൊടുത്ത് ഈ ടവറും ഇതിൽ തന്നെ വെക്കും. അപ്പോൾ ഈ ന്യൂട്രിയൻസ് അടങ്ങിയ വെള്ളം ഇതിൽ കൂടെ വന്നിട്ട് ഇതിലിങ്ങനെ താഴേക്ക് പോകും. ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെടികളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടിക്കോളും. പിന്നെ സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട. അതായത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ കിട്ടുന്ന ന്യൂട്രിയൻസ്, നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്ത് ചെയ്യും, ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ഈ ചെടികൾക്ക് സൂര്യപ്രകാശവും ഈ ന്യൂട്രിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. നല്ല അടിപൊളിയായിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുന്നതിനേക്കാളും 3 ഇരട്ടി ഈൽഡ് നമുക്ക് കിട്ടും. മാത്രമല്ല ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാം. അതായത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് എവിടെയും വെക്കാം. പിന്നെ ഈ മഴക്കാലത്ത് ഈ മഴവെള്ളം കെട്ടി നിന്നിട്ട് വേരുകളൊക്കെ പോയി പോകുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 4 സ്റ്റോപ്പർ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു പൈപ്പിനനുസരിച്ചുള്ള സ്റ്റോപ്പർ. പിന്നെ ഇത് ഈ നമ്മൾ ചെടി വെക്കാനുള്ള കൊട്ട. ഓക്കെ. പിന്നെ ഒരു സോഡ കുപ്പി എടുത്തിട്ടുണ്ട് നമ്മുടെ ടവറിൽ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സോ ബ്ലേഡ് ഉണ്ട്. നെക്സ്റ്റ് ഒരു ഹോൾസോ കട്ടർ ഉണ്ട് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെഷറിംഗ് ടാപ്പ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പണി തുടങ്ങാം.
കമ്പനി വെക്കണം. ഇങ്ങനെ കാണിക്കുന്നത് ഇന്നാ മതി. അപ്പം കോഴി ചെറുതാ. ഈ പമ്പിൽ നിന്ന് വെള്ളം മുകളിലോട്ടേക്ക് പോയി താഴേക്ക് റിട്ടേൺ വരുമ്പോൾ ഈ ബക്കറ്റിലേക്ക് വെള്ളം എത്തണം. അപ്പോൾ ഉണ്ട് അവിടെ സ്പേസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 4 ഭാഗത്ത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 2 ഭാഗത്ത് ഹോൾ ഇട്ട് കൊടുക്കുക. ഹോള് കുറച്ചകലം മുകളിലേക്കാക്കി ഇട്ടാൽ എന്തെങ്കിലുമൊക്കെ ഡെബ്രിസ് കച്ചറകളൊക്കെ ഉണ്ടെങ്കിൽ, വേരുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതവിടെ താഴെ കിടക്കും. അപ്പോൾ നമുക്ക് കുറച്ച് മുകളിലായിട്ട് ഹോളിട്ട് കൊടുക്കാം. ഈ ഹോള് നമുക്ക് ഈ ബക്കറ്റായിട്ട് കണക്ട് ചെയ്താൽ സ്റ്റഡി ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. ഈ ഹോള് നമ്മുടെ വാട്ടർ റിട്ടേൺ വരുന്ന വാട്ടർ പമ്പിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വരും. ഇനി നമുക്ക് ചെടി വെക്കാനുള്ള ചെടി ഈ ഇതുണ്ടല്ലോ, ഇതിലിപ്പോൾ ചെടി വെച്ചിട്ട് നമുക്കിങ്ങനെ വെക്കണം. അപ്പോൾ അതിലുള്ള ഹോൾസാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഇതൊരു അളവാക്കി എടുക്കാം, ഈ ഒരു ബ്ലാക്ക് കളറ്. അപ്പോൾ ഇവിടെ ഒന്ന്, ഇതിപ്പോൾ 12 o'clock ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 6 o'clock ഒരെണ്ണം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇവിടുന്ന് മുകളിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു 9 o'clock 3 o'clock പൊസിഷനിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ. ഇനി നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ ഒരു കട്ടിങ് കൊടുക്കണം.
നമ്മളിവിടെ ഇങ്ങനെ ചൂടാക്കിയിട്ട് അപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ കൊട്ട വെക്കാൻ പറ്റണം. കൊട്ട അങ്ങ് പോകരുത് ഉള്ളിലേക്ക്. ഈ ഒരു അളവിന് നമുക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഇതേപോലെ ചൂടാക്കിയിട്ട് എടുക്കണം. കണ്ടോ? അപ്പോൾ നമ്മൾ ടവർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഹോള് ചെറുതായാലും കുഴപ്പമില്ല, ചെറുതായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം, വലുതായ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ അങ്ങ് ഉള്ളിലേക്ക് അടിയിലേക്ക് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു ഹോള് ചെറുതായി കണ്ടോ, ചെറുതായി നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും, പക്ഷേ വലുതായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതങ്ങ് അടിയിലേക്ക് പോകും. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ എല്ലാ ഹോളിലും വെക്കുന്നുണ്ട്. അങ്ങനല്ലേ? ഓക്കെ, ഇനി ഇതിൻ്റെ സെറ്റപ്പ് ഇത്രേ ഉള്ളൂ. നമ്മൾ ബക്കറ്റിൽ വെള്ളം ഒഴിക്കുന്നു, ആ ബക്കറ്റിൽ തന്നെ ന്യൂട്രിയൻസ്, ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഒഴിക്കുന്നു. അത് ഈ പമ്പ് വഴി, ഈ മോട്ടോർ പമ്പ് വഴി മേലേക്ക് പോയിട്ട് അതിങ്ങനെ താഴേക്ക് ഉറ്റി വീഴുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കൊട്ടയിൽ വെക്കുന്ന ചെടീൻ്റെ വേരുകൾ അത് അബ്സോർബ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. ആ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നു, ചെടി നന്നായിട്ട് വളരുന്നു. മണ്ണും വേണ്ട, ഒന്നും വേണ്ട, ആ ഒരു വെള്ളത്തിൽ ഒഴിക്കുന്ന ന്യൂട്രിയൻസ് മാത്രം മതി. ഓക്കെ, ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അവസാനം നമ്മൾക്ക് ഫിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കഴുകിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മുടെ ടവർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മേലെ വെക്കുന്ന ഒരു അരിപ്പ. ഇതിവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം, ഇതിൻ്റെ ടവറിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം താഴേക്ക് വീഴണം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഈ പൈപ്പ് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ഒരു ഹോൾ ഇടുക. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഉറ്റി വീഴും. അപ്പോൾ അങ്ങനെ ചെയ്യാണ് കേട്ടോ.